നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എവല്യൂഷൻ നമ്മൾ കണ്ടു, അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് കണ്ടു. തുടർന്ന് നമുക്ക് കാണാനുള്ള FSSAIയുടെ പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്, റീസെൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഇനിഷ്യേറ്റീവ് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇഷ്ടംപോലെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഇനിഷ്യേറ്റീവ്സ് ആണ്. ഓരോ വർഷവും കടന്നു പോകുമ്പോഴും ഫുഡ് സേഫ്റ്റിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ഈറ്റ് റൈറ്റ് ഇന്ത്യ, ശരിയായ ഭക്ഷണം കഴിക്കുക, റൈറ്റായിട്ടുള്ള ഇല്ലേ. നമുക്ക് ഏറ്റവും രണ്ടും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ളതും ശരിയായതും. എല്ലാ ശരിയായ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളതാകണമെന്നുമില്ല അല്ലേ. എല്ലാ ഇഷ്ടമുള്ള കാര്യങ്ങളും ശരിയാകണമെന്നും ഇല്ല. അപ്പോൾ ശരിയായതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത്. ശുഭദിനം എന്ന് പറയുന്ന പോലെ എന്താണ്, ശരിയായ ഭക്ഷണം കഴിക്കുക എന്നാണ്. ദ ഇനിഷ്യേറ്റീവ് ഫോക്കസസ് ഓൺ എൻഷുറിങ് ആക്സസ് ടു സേഫ് ആൻഡ് ഗുഡ് ക്വാളിറ്റി ഫുഡ് ഫോർ ഓൾ ഇന്ത്യൻ സിറ്റിസൻസ്. അപ്പോൾ FSSAI ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റ് 10 ജൂലൈ 2018 കൊണ്ടുവരുന്നത്. എന്താണ് ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് നോക്കാം. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ശരിയായ ഭക്ഷണം എന്ന് പറയുന്നത് ഈറ്റ് സേഫ് എന്ന് പറയും. സുരക്ഷിതമായ ഭക്ഷണം കഴിയും. എംഫസൈസിങ് ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ് ആൻഡ് റെഗുലേഷൻസ്. 2, ഈറ്റ് ഹെൽത്തി, പ്രൊമോട്ടിംഗ് ബാലൻസ്ഡ് ഡയറ്റ്സ് ആൻഡ് ന്യൂട്രീഷണൽ അവയർനെസ്. നമ്മൾ കഴിക്കുമ്പോഴെല്ലാം സമീകൃതമായ ആഹാരം ആണ് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. എല്ലാ ന്യൂട്രിയൻസും നമുക്ക് എത്തണം. എല്ലാ സമീകൃത ആഹാരവും എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണം നമ്മൾ ഒരു കറക്റ്റ് ബാലൻസ്ഡ് ലെവലിൽ കഴിക്കണമെന്നാണ് പറയുന്നത്. ഈറ്റ് സസ്റ്റൈനബിൾ, സുസ്ഥിരം, എൻകറേജിങ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ ഫുഡ് പ്രാക്ടീസസ്. സുസ്ഥിരപരമായിട്ടുള്ളതും പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് പ്രാക്ടീസസിനെ എൻകറേജ് ചെയ്യാം. ഈറ്റ് സസ്റ്റൈനബിൾ, സുസ്ഥിരമായ കാരണം വെച്ചാൽ ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പരിസ്ഥിതി മലിനീകരണവുമായിട്ടൊന്നും പ്രശ്നം വരാതെ സുസ്ഥിരമായ ഒരു ഭക്ഷ്യ വ്യവസ്ഥയെ കൊണ്ടുവരിക എന്ന ഉദ്ദേശമുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് ഈറ്റ് സേഫ്, ഈറ്റ് ഹെൽത്തി ആൻഡ് ഈറ്റ് സസ്റ്റൈനബിൾ എന്നാണ് പറയുന്നത്. ഈ ഇനിഷ്യേറ്റീവ് ഈസ് ഇൻസ്പയർഡ് ബൈ ദി ഫോക്കസ് ഓൺ പ്രിവെൻറ്റിംഗ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. ഈ ഇനിഷ്യേറ്റീവ് ഇൻസ്പയർ ആയത് ഏറ്റവും പ്രധാനമായ ആയുഷ്മാൻ ഭാരത്തിൽ നിന്നും പോഷൻ അഭിയാനിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ മിഡ് ഡേ മീൽ സ്കീമൊക്കെ പോഷൻ അഭിയാനാണ്. പോഷൻ 2 ആണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ ആയുഷ്മാൻ ഭാരത് സ്കീമും പോഷൻ അഭിയാനിൽ നിന്നും അലൈൻ ചെയ്തുകൊണ്ട് ഫോക്കസിങ് ഓൺ പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ അല്ലേ. ഇൻസ്പയർഡ് ബൈ ദ പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. പ്രിവെൻറ്റീവ് നമുക്ക് പ്രതിരോധം അല്ലേ, ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥയോടുകൂടി ചേർന്ന് ആയുഷ്മാൻ ഭാരതിൽ നിന്നും പോഷ് അഭിയാനിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഈ ഒരു കാര്യം വരുന്നത്. It designed as a people's movement using a combination of regulatory measures, capacity building, collaboration and empowerment strategies എന്നാണ് പറയുന്നത്. ഇത് ജനങ്ങളാണ് ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ജനങ്ങളാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ട് നടത്തുന്നത്. അതിനു വേണ്ടി റെഗുലേറ്ററി മെഷേഴ്സ്, ജനങ്ങൾക്ക് കൂടുതൽ ഒരു അധികാരപരമായ കാര്യങ്ങൾ കൊണ്ടുവരിക, കപ്പാസിറ്റി ബിൽഡിംഗ്, അവരെ സജ്ജരാക്കുക, കൊളാബറേറ്റ് ചെയ്യുക, എംപവർ സ്ട്രാറ്റജി, അതിനു വേണ്ടി എംപവർമെൻറ്റ് സ്ട്രാറ്റജീസ് കൊണ്ടുവരിക. ഈറ്റ് റൈറ്റ് ഇന്ത്യ അഡോപ്റ്റ്സ് എ ഹോൾ ഓഫ് ഗവൺമെൻറ് അപ്രോച്ച്. ഏറ്റവും പ്രധാനമായ പോയിൻ്റാണ്. പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ അപ്രോച്ച് ഏത് അപ്രോച്ചാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഹോൾ ഓഫ് ഗവൺമെൻറ് എന്നൊരു ഉത്തരമാണ് അപ്രോച്ച്. ഇൻ്റഗ്രേറ്റിംഗ് ഫുഡ് റിലേറ്റഡ് മാൻഡേറ്റ്സ് അക്രോസ് മിനിസ്ട്രീസ് ലൈക്ക് അഗ്രികൾച്ചർ, ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രാലയത്തിനെ എല്ലാം ഏകോപിച്ച് അല്ലേ, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഹോൾ ഓഫ് ഗവൺമെൻറ് അപ്രോച്ച്, ഗവൺമെൻറ് മൊത്തത്തിലായി ഈ ഒരു കാര്യത്തിനായിട്ട് മുന്നിട്ട് നിൽക്കും. ഒരു പർട്ടിക്കുലർ മന്ത്രാലയം മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഒരുമിച്ച് നിന്ന് ഇൻ്റഗ്രേറ്റിംഗ് ഫുഡ് റിലേറ്റഡ് മാൻഡേറ്റ്സ് അക്രോസ് മിനിസ്ട്രീസ് ലൈക്ക് അഗ്രികൾച്ചർ, ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്.
ഇറ്റ് ഓൾസോ എംബ്രേസസ് എ ഹോൾ ഓഫ് സൊസൈറ്റി. ഹോൾ ഓഫ് ഗവൺമെൻറ് എല്ലാ മിനിസ്ട്രിയിലും, അടുത്ത ഹോൾ ഓഫ് സൊസൈറ്റി. ഹോൾ ഓഫ് സൊസൈറ്റിയിൽ എന്ത് വരും? യുണൈറ്റിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫ്രം കൺസ്യൂമേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ടു അക്കാഡമിയ ഓൺ എ ഷെയർഡ് പ്ലാറ്റ്ഫോം. ഹോൾ ഓഫ് ഗവൺമെൻറ് നമ്മൾ കണ്ടു. ഹോൾ ഓഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഉപഭോക്താക്കളും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, കൺസ്യൂമർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഈ അക്കാഡമിക് ഫീൽഡിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഷെയർ ചെയ്യുന്ന അവരെല്ലാവരും ഒരുമിച്ചൊരു ഷെയർഡ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഈറ്റ് റൈറ്റ് ഇന്ത്യ മുന്നോട്ട് നടപ്പിലാക്കണം. ദ ടാഗ് ലൈൻ സഹി ഭോജൻ ഈറ്റ് റൈറ്റ്, നല്ല ഭക്ഷണം ബഹത്താർ ജീവൻ, സമഗ്രമായ ജീവിതം അല്ലേ, സമഗ്രമായ ജീവിതം. സഹി ഭോജൻ ബഹത്താർ ജീവൻ. പക്ഷേ ഈ വാക്ക് വേണം ഓർത്ത് വെക്കാൻ, മലയാളം ഒന്നും എഴുതി വെക്കരുത്. The tagline Sahi Bhojan and Behatar Bhijan thus form the foundation of this movement. What is the foundation of Eat Right India? എന്ന് ചോദിച്ചാൽ സഹി ഭോജൻ ബഹത്താർ ജീവൻ എന്ന് ഓർക്കുക. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ഒന്ന് റോബസ്റ്റ് ഫുഡ് റെഗുലേറ്ററി സിസ്റ്റം, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ഫുഡ് ബിസിനസ്സസ്, അവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ, ബെഞ്ച് മാർക്ക് ആൻഡ് സർട്ടിഫിക്കേഷൻ, ചേഞ്ചിങ് ഫുഡ് എൻവയോൺമെൻറ്റ്. ഈ പറയുന്ന 5 പ്രധാന ഫങ്ഷൻസ് ആണ് ഈറ്റ് റൈറ്റ് ഇന്ത്യയിൽ ഉള്ളത്. 5 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് അവർ ചെയ്യുന്നത്. റോബസ്റ്റ് ഫുഡ് റെഗുലേറ്ററി സിസ്റ്റം, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ഫുഡ് ബിസിനസ്, അവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ, ബെഞ്ച് മാർക്കിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ചേഞ്ചിങ് ഫുഡ് എൻവയോൺമെൻറ്റ്. അതിൽ റോബസ്റ്റ് ഫുഡ് റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈറ്റ് റൈറ്റ് ഇന്ത്യ ചാലഞ്ച് ഫോർ ഡിസ്ട്രിക്ട് ഫോക്കസസ് ഓൺ, എല്ലാ ജില്ലകളിലും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന സ്കീം നടപ്പിലാകുന്നത്. അതിൽ ഫുഡ് റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ലോക്കൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ്, സർവൈലൻസ് ആൻഡ് കംപ്ലയൻസ് ത്രൂ ടെക്നോളജി അഡോപ്ഷൻ ആൻഡ് ഡിജിറ്റലൈസേഷൻ. ഇപ്പോൾ സ്ട്രെങ്തനിങ് ലോക്കൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ്, അപ്പോൾ എല്ലാ ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ലോക്കൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യുക, അതിന് സർവൈലൻസ് കൊണ്ടുവരിക, അതിലെന്താണ് ടെക്നോളജി അഡോപ്ഷൻ ഡിജിറ്റലൈസേഷൻ വഴി കൊണ്ടുവരിക, ഫുഡ് സേഫ്റ്റി കംപ്ലയൻസസ് വഴി, ഫുഡ് സേഫ്റ്റി കംപ്ലയൻസസ്, ഇതാണ് ഫോസ്കോസ് എന്ന് പറഞ്ഞത്. ഫോസ്കോസ് പ്രകാരം ഈ പറയുന്ന സ്ട്രെങ്തനിങ് ലോക്കൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ്, സർവൈലൻസ്, കോംപ്ലയൻസ് ഒക്കെ കൊണ്ടുവരാം. ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് ബ്രോഡർ രജിസ്ട്രേഷൻസ്, ലൈസൻസിങ്, ടാർഗറ്റഡ് സർവൈലൻസ് ഡ്രൈവ്സ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ മുന്നോട്ട് വെച്ചിട്ട് ഏറ്റവും പ്രധാനമായ ബ്രോഡർ രജിസ്ട്രേഷൻ ലൈസൻസിൻ്റെ ബ്രോഡർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ലൈസൻസിങ്, ടാർഗറ്റ് സർവൈലൻസസ് ഡ്രൈവ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർവൈലൻസ് നടത്തുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇനിഷ്യേറ്റീവ്സിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ റോബസ്റ്റ് ഫുഡ് റെഗുലേറ്ററി സിസ്റ്റം വഴി അതാത് ജില്ലകളിലൊക്കെ നടപ്പിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഫംഗ്ഷൻ. രണ്ടാമത് ബെഞ്ച് മാർക്കിംഗ് സർട്ടിഫിക്കേഷൻ, ഇംപ്രൂവിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ ഇൻ വേരിയസ് സെറ്റിംഗ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, മാർക്കറ്റ്സ് ആൻഡ് ഫുഡ് കിയോസ്ക്. ഇപ്പം സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്, ഫുഡ് സേഫ്റ്റി, ഹൈജീൻ ഒരു പ്രധാനപ്പെട്ട, ഇൻഫ്രാസ്ട്രക്ചറും പ്രധാനപ്പെട്ട. ഞാൻ നേരത്തെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് തട്ടുകട അങ്ങനെ തട്ട് ദോശ കിട്ടുന്ന ഇടയ്ക്കൊക്കെ തട്ട് പോലെ ഇങ്ങനെ നടത്തുന്ന കടകൾ, അവരുടെയൊക്കെ ഹൈജീൻ ഫുഡ് സേഫ്റ്റി ഒക്കെ പ്രധാനമായ ഇനിഷ്യേറ്റീവ്സ് ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ അകത്ത് കൊണ്ടുവരുന്നു. അതനുസരിച്ച് അവർക്ക് ബെഞ്ച് മാർക്കിംഗ് സർട്ടിഫിക്കേഷൻ സ്കീം, ഹൈജീൻ റേറ്റിംഗ് കൊടുക്കുന്നു ഫോർ കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ഹൈജീൻ റേറ്റിംഗ് കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? ദ ഗോൾ ഈസ് ടു എൻകറേജ് സെൽഫ് കംപ്ലയൻസ് അമംഗ് ഫുഡ് ബിസിനസ്സസ്. സ്വയം ഇതൊക്കെ പാലിക്കാനായിട്ട്, അത് എൻകറേജ് ചെയ്യാനായിട്ടാണ് ഈ റേറ്റിംഗ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഈ റേറ്റിംഗ് അനുസരിച്ച് അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ റേറ്റിംഗ്സ് ഒക്കെ നമ്മൾ അറിയണം. ഇപ്പോൾ എത്രത്തോളം ഹൈജീനിക്കാണ്, എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എത്രത്തോളം നന്നായിട്ടാണ് ചെയ്യുന്നത്, ഈ പറഞ്ഞ സർട്ടിഫിക്കേഷനിലൂടെ ആണ് തിരിച്ചറിയാൻ സാധിക്കുക, അത്രത്തോളം റിലയബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നേടാനായിട്ട് ഈ പറയുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ശ്രമിക്കുകയും അത് കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് അറിയാലോ എന്തൊക്കെയാണെന്ന്. എൻഷറിങ് സെൽഫ് കംപ്ലയൻസ് ത്രൂ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഫുഡ് ഹാൻഡ്ലേഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് പോലെയൊക്കെ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കംപ്ലയൻസസ്, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് കംപ്ലയൻസ് പ്രോഗ്രാമാണ്. അതുവഴി ഇത് നടത്താൻ പറ്റുന്ന ഒരു സ്കീമാണ്. ഇതും FSSAയുടെ അകത്ത് വരുന്ന അവർ ട്രെയിനിങ് കൊടുക്കുന്നത്. മറ്റേ FOCS കണ്ടതുപോലെ ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് കംപ്ലയൻസസ്, മറ്റേ ഫുഡ് സേഫ്റ്റി അതിൻ്റെ പ്രോഗ്രാം കംപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോസ്കോസ് കണ്ട പോലെ ആ രീതിയിലുള്ള കാര്യമാണ്. കംപ്ലയൻസ് ഓൺ സേഫ് ഫുഡ്സ്
കംപ്ലയൻസും സേഫ്റ്റി, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് കംപ്ലയൻസസുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് മൂന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇൻക്ലൂഡിങ് അവർ ട്രെയിനിങ് കൊടുക്കുന്നത് ഫുഡ് ബിസിനസ് ഇൻക്ലൂഡിങ് അൺഓർഗനൈസ്ഡ് വെൻഡേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്നു. നാലാമത് ചേഞ്ചിങ് ഫുഡ് എൻവയോൺമെൻറ്റ്, കാലത്തിനനുസരിച്ച് പരിസ്ഥിതി അനുസരിച്ച് ഫുഡ് കൺസംഷൻ അതിൻ്റെ വ്യത്യാസങ്ങളെ പറ്റി നോക്കുക. ട്രാൻസ്ഫോമിങ് ഫുഡ് എൻവയോൺമെൻറ്റ്സ് ഇൻ സ്കൂൾസ്, colleges, workplaces and other settings by training food handlers, conducting third party audits and promoting fortified food plus F symbol and millets. Fortified food നല്ല ന്യൂട്രിയൻസ് സമൃദ്ധമായ ഫുഡും മില്ലറ്റ്സും ഒക്കെ കൊണ്ട് aim to achieve widespread FSSAI certification of these clusters. ഇപ്പോൾ ഇതിനൊക്കെ FSSAI സർട്ടിഫിക്കേഷൻ എല്ലാവരിലേക്കും എത്താനായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും വർക്ക് പ്ലേസ് അവിടെയുള്ള ഫുഡ് ഹാൻഡിൽ, അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സുകളിലൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന അവിടെ സംബന്ധിച്ച് അവർക്കൊരു പ്രത്യേകമായ രീതിയിൽ ഫുഡ് സേഫ്റ്റി കംപ്ലയൻസസ് പാലിച്ചുകൊണ്ട് എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്താണ് എൻവയോൺമെൻറ്റ് തന്നെ അവരുടെ കൺസപ്ഷൻ തന്നെ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചിലപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആയിരിക്കണമെന്നില്ല നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ. ഇപ്പം കോളേജിനെ സംബന്ധിച്ച് പിന്നെ വർക്ക് പ്ലേസ് എന്നല്ലേ നമ്മൾ പുറത്ത് ഒരു കടയിൽ നിന്ന് പണ്ട് സിപ്പൊക്കെ മേടിച്ച് കുടിക്കുന്നത് ഒരു നൊസ്റ്റാൾജി ആയിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിൽ ഈ പറയുന്ന പോലെ കുറേ കഴിയുമ്പോഴാണ് കെമിക്കൽസിൻ്റെയൊക്കെ അംശം കുറേ പ്രശ്നങ്ങളൊക്കെയുള്ള കാര്യമാണ്. അപ്പം അത്രയും ശുദ്ധമായ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് എൻവയോൺമെൻറ്റിന് അതിലൂടെ നല്ല ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിനകത്തും കോളേജിനകത്തും വർക്ക് പ്ലേസിനകത്തും പ്രൊമോട്ട് ചെയ്യാവുന്ന കാര്യം അതുവഴി വൈഡ് സ്പ്രെഡ് FSSAI സർട്ടിഫിക്കേഷൻ കൊണ്ടുവരാണ് ചേഞ്ചിങ് ഫുഡ് എൻവയോൺമെൻറ്റ് വഴി ഉദ്ദേശിക്കുന്നത്. ആ നാലാമത്തെ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്. അപ്പം ഡ്രൈവിംഗ് സിറ്റിസൺ എൻഗേജ്മെൻറ്റ് ത്രൂ ലാർജ് സ്കെയിൽ ക്യാമ്പയിൻസ്, IEC initiatives, electronic and communication activities across online and offline media to raise awareness and promote positive social behavior change related to food safety and healthy diets. ഫുഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്തി ഡയറ്റ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം എത്തിക്കാൻ ലാർജ് സ്കെയിലായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരിലേക്ക് കൊണ്ടുവരിക, അതുവഴി സാമൂഹ്യപരമായിട്ടും സ്വഭാവ രൂപീകരണത്തിൽ ഇമ്പാക്റ്റ് ചെലുത്തുകയും അതുവഴി ഫുഡ് സേഫ്റ്റി ആയിട്ടുള്ള കാര്യത്തിലും ഹെൽത്തി ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ആൾക്കാർ അതിലോട് കൂടുതൽ അടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വന്നു. എന്താണ് പ്രധാനമായ സഹി ഭോജൻ അല്ലേ, ബഹത്താർ ജീവൻ എന്ന് പറഞ്ഞ പോലെ ഹോൾ ഓഫ് ഗവൺമെൻറ്, ഹോൾ ഓഫ് സൊസൈറ്റി, 5 പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് ഇതിൽ കാണാനുള്ളത്. അടുത്തത് നോക്കുമ്പോൾ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ്. നേരത്തെ പറഞ്ഞ പോലെ തട്ടുകടയുടെ ഒരു കഥ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രോജക്ട് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഈസ് വൺ ഓഫ് ദ ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ FSSAI അണ്ടർ 360-degree അപ്രോച്ച് ടു ഫുഡ് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. സ്ട്രീറ്റ് ഫുഡിലാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. ഒരു മാനദണ്ഡങ്ങളും അങ്ങനെ കറക്റ്റായിട്ട് പാലിക്കുന്നത് കാണുന്നില്ല അല്ലേ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം പലയിടത്തും ആഹാരം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് ആ വീഡിയോ റീൽസ് വഴിയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഈശ്വര ഇതൊക്കെയാണല്ലോ ഞാൻ കഴിച്ചുകൊണ്ട്. എന്തിന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ചായയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വരെ വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പഴയതാണോ പുതിയതാണോ അതിനെ പറ്റി തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യം സംബന്ധിക്കുമ്പോൾ ദിസ് വുഡ് ഇൻവോൾവ് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സ് ആൻഡ് ഇൻഷുർ പ്രോപ്പർ റെഗുലേറ്ററി ഓവർസൈറ്റ് ഓവർ ദം അണ്ടർ ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. സ്ട്രീറ്റ് ഫുഡ് സംബന്ധിച്ച് തെരുവോരങ്ങളിലുള്ള ഭക്ഷണശാലകൾ സംബന്ധിച്ച് അതിൽ സേഫ്റ്റി കംപ്ലയൻസസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ അതിനുവേണ്ടി സേഫ്റ്റി കംപ്ലയൻസസ് കൊണ്ടുവരാൻ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഉള്ള പദ്ധതിയാണ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് വരുന്നത്. അതിനകത്ത് ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. ബ്രോഡ് എല്ലാം ടു എൻഷുർ ഹെൽത്ത് ഹൈജീൻ ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വരുന്നു. എൻഷുർ social and economic upliftment of street vendors community by helping them improving the quality of offerings thereby attracting more customers. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ അവരുടെ നിന്ന് ഭക്ഷണം മേടിക്കാനായിട്ട് തുടങ്ങും. ടു എൻഹാൻസ് ദി പോപ്പുലാരിറ്റി ഓഫ് ദ സ്ട്രീറ്റ് ഫുഡ് ബൈ ട്രാൻസ്ഫോമിങ് ഇറ്റ് ഇൻ ടു എ ഗ്ലോബൽ ബ്രാൻഡ് ബൈ ഇറ്റ് സെൽഫ്. ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ പോപ്പുലാരിറ്റി അത് ഗ്ലോബൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവരുടെ ക്വാളിറ്റി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരാം, അതിനു വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഇനിഷ്യേറ്റീവ്സ് വഴിയാണ്. പ്രധാനമായിട്ട് പ്രോജക്റ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ മാർച്ച് 2016. ആദ്യമായിട്ട് ഒരു ഇന്ത്യാസ് ഫസ്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നോട്ട് ചെയ്യപ്പെട്ടത് അഹമ്മദാബാദിലെ കൻകാരിയ ലേക്കില അവിടെയാണ്. കൻകാരിയ ലേക്കിന് അഹമ്മദാബാദ് ഹാസ് ബീൻ ഡിക്ലെയർ ആസ് India's first clean street food hub in 2018.
ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. കൻകാരിയ ലേക്ക് ഇൻ അഹമ്മദാബാദ് ഹാസ് ബീൻ ഡിക്ലെയർ ഇന്ത്യസ് ഫസ്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് ഇൻ 2018. ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് ചെയ്തതിന് അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്താണ് ഇന്ത്യാസ് ഫസ്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് അഹമ്മദാബാദിലെ കൻകാരിയ ലേക്കിൻ്റെ ആണ്. അവിടെയാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ട്രീറ്റ് ഫുഡുകളാണ്. മൂന്നാമത്തെ പറഞ്ഞ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഡയറ്റ് ഫോർ ലൈഫ്. അത് മെയ് 2016 വരുന്നത്. Understand about metabolic disorders. Diet for Life help people to understand about metabolic disorders. For comprehensive platforms to parents, healthcare professionals and parent support groups to adopt the right approach towards inborn errors of മെറ്റബോളിസം മാനേജ്മെൻറ്റ്. അവരുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ജനിതകമായിട്ടുള്ള ആ വൈകൃതങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന രീതിയിൽ വരുന്ന ഡയറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത്. മെനി ബേബീസ് സഫർ ഫ്രം ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ഓഫ് ഇൻബോൺ എറർ മെറ്റബോളിസം ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദീസ് മെറ്റബോളിക് ഡിസോർഡർ റിക്വയർ ഏർലി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററി ഇൻ്റർവെൻഷൻസ്. കറക്റ്റായിട്ട് മിക്ക കുട്ടികളും ജനിക്കുന്നവർക്ക് ഈ ന്യൂട്രീഷൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ കുറവ് കൊണ്ട് പല പ്രശ്നങ്ങൾ ഇൻബോൺ എറർ മെറ്റബോളിസം അവരുടെ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അവർ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട ഡയറ്ററി ഇൻ്റർവെൻഷൻസ്, അവർക്ക് കഴിക്കേണ്ട ഭക്ഷണം, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട അമ്മമാർ കഴിക്കേണ്ട ന്യൂട്രീഷണലായ ഭക്ഷണം, അതൊക്കെ കറക്റ്റായിട്ട് അവരിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ, അവരിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഒരു അവബോധം ഈ പറഞ്ഞ പാരൻസിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും അല്ലാത്തവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഡയറ്റ് ഫോർ ലൈഫ് കൊണ്ടുവരുന്നത്. ഇൻ വ്യൂ ഓഫ് സീരിയസ്നെസ് ഓഫ് ദി ഇഷ്യൂ. ഇപ്പോൾ ICDS കാര്യം ചെയ്യുന്നില്ല. കുട്ടി ഗർഭസ്ഥ ശിശുവായിരിക്കും ആദ്യത്തെ 1000 ദിവസങ്ങൾ ഏറ്റവും പ്രധാനമാണെന്ന് പറയുന്ന കാര്യങ്ങൾ, ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ, ഗർഭസ്ഥയായിരിക്കുമ്പോൾ തന്നെ അത് കുട്ടിയിലേക്ക് എത്തുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇൻ വ്യൂ ഓഫ് ഈ ഒരു ഇഷ്യൂവിൻ്റെ സീരിയസ്നെസ് കൊണ്ട് ആണ് ഈ ഒരു യുണീക്ക് പ്ലാറ്റ്ഫോം ഫോർ പാരൻസ് ടു ഫൈൻഡ് ടൈംലി മെഡിക്കൽ സപ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അത് അഥവാ ഇല്ലാതൊക്കെ കറക്റ്റായിട്ട് സമയബന്ധിതമായി തന്നെ അവർക്ക് വേണ്ടി മെഡിക്കൽ സപ്പോർട്ട് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ എടുക്കണമെന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അവയർനെസ് കൊടുക്കുന്നുമുണ്ട്. പിന്നെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സേവ് ഫുഡ് ഷെയർ ജോയ്. ഭക്ഷണം പാഴാക്കരുത്, ഭക്ഷണം പങ്കുവെക്കണം, സന്തോഷവും പങ്കുവെക്കണം. ഓൺ ദ ഒക്കേഷൻ ഓഫ് ടേസ്റ്റിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പോസിയം ഉണ്ട് 2017 ഡിസംബർ 13 നടന്ന സമയത്താണ് FSSAI ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സേവ് ഫുഡ് ഷെയർ ജോയ്. 2017 ടേസ്റ്റിംഗ് ഇന്ത്യയിൽ നടന്ന ഫാം ടു ടേബിൾ സിമ്പോസിയം. ഫാം എന്ന കൃഷിയിടത്തിൽ നിന്നും തീൻമേശയിലേക്ക് എന്ന് പറഞ്ഞ് ആ ഒരു സിമ്പോസിയത്തിനകത്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സേവ് ഫുഡ് ഷെയർ ജോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്ന് പറയാം. സേവ് ഷെയർ ജോയ് ഇനിഷ്യേറ്റീവ് ടു പ്രൊമോട്ട് ഫുഡ് ഡൊണേഷൻ ആൻഡ് കർബ് ഫുഡ് വേസ്റ്റ് ആൻഡ് ഫുഡ് ലോസ് ഇൻ ദ കൺട്രി. അപ്പോൾ അതിനായിട്ട് ബാക്കി ഇപ്പോൾ കല്യാണമൊക്കെ നടത്തുന്ന കുറേ പാർട്ടിയൊക്കെ നടത്തുന്ന കുറേ ഭക്ഷണം ബാക്കി വരും. ഇതൊക്കെ ചിലരെല്ലാം മണ്ണിട്ട് കുഴിച്ച് മൂടുന്നതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ചിലവരാണെങ്കിൽ എന്ത് ചെയ്യും, മണ്ണിട്ട് കുഴിച്ച് മൂടാതെ തന്നെ അവർക്ക് ഇത് ഏതൊക്കെ സന്നദ്ധ സംഘടനകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഭക്ഷണം അവർക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് അതേ ക്വാളിറ്റിയോട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഭക്ഷണം കൊടുക്കുക. വേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അവർക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കരുത്. കൊടുക്കുമ്പോൾ മാന്യമായി തന്നെ നമ്മളുടെ അതിഥികൾക്ക് നമ്മൾ എങ്ങനെ ഭക്ഷണം കൊടുത്തോ ആ രീതിയിൽ തന്നെ അവർക്ക് പാക്ക് ചെയ്ത് വേണം ബാക്കിയുള്ളവർക്കും ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് സേവ് ഷെയർ ജോയ് എന്നൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നത്. The platform serves a network for food collection agencies bringing together. അപ്പോൾ അതിനുവേണ്ടി ഫുഡ് കളക്ഷൻ ഏജൻസീസിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് ഫുഡ് ബിസിനസ് കോർപ്പറേറ്റ്സ്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, സിറ്റിസൺസ്, ജനങ്ങൾ, പൗരന്മാർ, വോളണ്ടിയേഴ്സ്, ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ് to sing with each other to prevent food loss or waste toward the supply chain from production to household consumption. അപ്പോൾ വീട്ടിൽ നിന്നായാലും ഫുഡ് പ്രൊഡക്ഷൻ്റെ ഭാഗമായാലും ഫുഡ് വേസ്റ്റുകൾ വരികയാണെങ്കിൽ അത് കളക്ട് ചെയ്യുക. ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴകിയെന്ന അർത്ഥമല്ല. ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴകിയെന്ന അർത്ഥമല്ല. ബാക്കി വന്ന ആഹാരം അത് വെറുതെ എടുത്ത് കളയാതെ ഡിസ്പോസ് ചെയ്യാതെ കൊടുക്കാൻ പറ്റും. ഫുഡ് കളക്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന രീതിയിൽ. അപ്പോൾ സേവ് ഫുഡ് ഷെയർ ജോയ് അതുവഴി സന്തോഷം പങ്കുവയ്ക്കുക. അപ്പോൾ ലോക്കൽ ബോഡീസിനൊക്കെ പ്രധാനമായ ഒരു റോളുണ്ട് ഈ ഒരു കാര്യത്തിൽ. അത് സിറ്റിസൺസിനുണ്ട്. ഇപ്പോൾ ചില ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് ഉണ്ട്. ഫുഡ് ബാക്കി വന്നാൽ എവിടെ അറിയിക്കേണ്ടെന്ന രീതിയിൽ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന
സിസ്റ്റം നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് അവൈലബിൾ ആണ്. നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് NGOകളൊക്കെ ഉണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, സിറ്റിസൺസ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇൻഡിവിജ്വലായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇനിഷ്യേറ്റീവ് സേവ് ഫുഡ്, ഷെയർ ജോയ് ഇറ്റ്സ് എൻ ഇനിഷ്യേറ്റീവ് ടു പ്രൊമോട്ട് ഫുഡ് ഡൊണേഷൻ ആൻഡ് കർബ് ഫുഡ് വേസ്റ്റ് ആൻഡ് ഫുഡ് ലോസ് ഇൻ ദി കൺട്രി. ഇതാണ് ഏറ്റവും പ്രധാനമായ ഒബ്ജക്റ്റീവ് ഇൻ ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ഉള്ളത് ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ്. ഇതാണ് സോഷ്യൽ ഇനിഷ്യേറ്റീവ്. പുട്ടും കടലയും ഭഗവാനെ ബീഫാണോ? ഇത് കൊള്ളാം, ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കാണും. ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഷ്യൽ ഇനിഷ്യേറ്റീവ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ടു ഹെൽപ്പ് സോൾവ് ഇന്ത്യാസ് ഫുഡ് വേസ്റ്റ് ആൻഡ് ഹങ്കർ ക്രൈസിസ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് വേരിയസ് പാർട്ട്നേഴ്സ് ഓർഗനൈസേഷൻസ്, ഫുഡ് റിക്കവറി ഏജൻസീസ് ആൻഡ് NGOs. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് ഷെയർ ജോയ് എന്ന് പറയുന്നതിന് അത് ഒന്ന് മുന്നോട്ടെടുത്ത് നടത്താനായിട്ടും ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് എന്ന് പറയുന്നൊരു കാര്യം കൂടി ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട്, സോഷ്യൽ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുവഴി ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് വാസ് ഡെവലപ്ഡ് ടു help to solve India's food waste and hunger crisis by integrating various partners, organizations, food recovery agencies and NGOs. അപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനെ തടയിടാനായിട്ടും അതിനെ കളക്ട് ചെയ്ത് എല്ലാവരിലേക്കും ഹങ്കർ ഫ്രീ ഇന്ത്യ എന്നൊരു എയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് എന്ന FSSAയുടെ സോഷ്യൽ ഇനിഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി ഇനിഷ്യേറ്റീവും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സോഷ്യൽ ഇനിഷ്യേറ്റീവ്. ഇത് നോക്കി, IFSA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് ആണ്. അവരാണ് ഈ സേവ് ഫുഡ്, ഷെയർ ജോയ്ക്കൊക്കെ അവരും പ്രവർത്തിക്കുന്നുണ്ട്. FSSA ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസിൻ്റെ പ്രധാനപ്പെട്ട എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ പ്ലേസ് എ കീ റോൾ നോട്ട് ഇൻ ഫുഡ് സേഫ്റ്റി. അപ്പോൾ FSSAയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി മാത്രമായിട്ടല്ല, ഇറ്റ് ഓൾസോ എൻകറേജ് സിറ്റിസൺസ് ടു ഈറ്റ് റൈറ്റ് ഫുഡ് ഓൾസോ, അല്ലേ? Therefore എയിം ഓഫ് FSSA via ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് ഈസ് പ്രൈമർലി ടു ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസിൻ്റെ പ്രധാനപ്പെട്ട എയിം കെയർ, help minimize food wastage across supply chain by means of redistribution to poor and needy. ആവശ്യക്കാർക്ക് ഭക്ഷണം വേസ്റ്റ് ചെയ്യാതെ തന്നെ എല്ലാവരിലേക്കും എത്തുക. അപ്പോൾ എന്താണ് ഉപനിഷത്തുകളിലും പണ്ടൊക്കെ അല്ലേ റിലീജിയസ് ടെക്സ്റ്റിലും അല്ലാതെ എല്ലാം പറഞ്ഞു, അന്നം നിന്ദ്യാത്ത ധ്രുവം പ്രാണോ അന്നം എന്നാണ്. ഭക്ഷണത്തെ അപമാനിക്കരുത്. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറയും. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ വാശി കാണിക്കാനായി ഭക്ഷണത്തെ ഉപയോഗിക്കരുതെന്ന് പണ്ട് ആൾക്കാർ പറയും. ഞാനിന്ന് ഭക്ഷണമൊന്നും കഴിക്കും, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. പണ്ട് കുട്ടികളായിരിക്കുമ്പോൾ നമ്മളല്ലേ അമ്മമാരുടെ അടുത്ത് വഴക്ക് പറഞ്ഞിരിക്കും, ഞാനിന്ന് രാത്രി ഒന്നും കഴിക്കൂല എന്നൊക്കെ പറഞ്ഞ് ചുരുണ്ടുകൂടി ഇരിക്കുമ്പോഴേ മണം അടിക്കുമ്പോഴേക്കും അല്ലേ പൊരിച്ച മീനിൻ്റെ മണമൊക്കെ അടിക്കുമ്പോഴേക്കും നമ്മൾ പോയി കഴിക്കും. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നമ്മുടെ ഒരു കുടുംബ ബന്ധത്തിൽ റിലേഷൻസ് ആക്കി ഇരിക്കുമ്പോൾ നമ്മൾ പിണങ്ങിയിരിക്കുമ്പോൾ ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഭക്ഷണത്തെ ഒരിക്കലും അപമാനിക്കരുത് എന്നൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. ഇതിൻ്റെ ഇവിടെ കേൾക്കുന്ന ആഡഡ് വാല്യൂ ഇമ്പോർട്ടൻസ് ആണ്. ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭക്ഷണത്തെ അപമാനിക്കരുത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊരാളുടെ മുമ്പിൽ വാശി കാണിക്കാൻ ഭക്ഷണത്തെ തട്ടിത്തടപ്പിച്ച് എറിയരുത് എന്നൊക്കെ പറയും. എവറി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്താണ് ടു ഹെൽപ്പ് മിനിമൈസ് ഫുഡ്സ് വേസ്റ്റേജ് അക്രോസ് സപ്ലൈ ചെയിൻ ബൈ മീൻസ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ടു പൂർ ആൻഡ് നീഡി. അവെയർ ആക്കുക. Mobilize people to minimize their food wastage through widespread awareness program across the country by food recovery agencies. അപ്പം ആദ്യം കെയർ, പൂർ ആൻഡ് നീഡിക്ക് ഫുഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള കാര്യം ചെയ്യുക. അവെയർ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അവബോധം കൊണ്ടുവരിക. ഫുഡ്സ് വേസ്റ്റേജിനെ സംബന്ധിച്ച് അതിനെപ്പറ്റിയൊരു അവബോധം ഈ ഫുഡ് റിക്കവറി ഏജൻസീസ് നടത്താം. കെയർ, അവെയർ, ഷെയർ എല്ലാത്തിനും ARE ഉണ്ടെന്ന് ഓർത്താൽ മതി അല്ലേ? 3 ഓർക്കാൻ എളുപ്പമാണ്. കെയർ, അവെയർ, ഷെയർ. ഫെസിലിറ്റേറ്റ് സേഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിലും ഷെയർ ഫുഡ് ചെയ്യുമ്പോഴും എന്താണ് സുരക്ഷിതമായ ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം വേണം കൊടുക്കാൻ. ഫെസിലിറ്റേറ്റ് സേഫ് ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസ് ഫുഡ് ബൈ കണക്ടിങ് ട്രെയിൻഡ് ഫുഡ് റിക്കവറി ഏജൻസീസ് വിത്ത് ഫുഡ് ചെയിൻസ്. ട്രെയിൻഡ് ഫുഡ് റിക്കവറി ഏജൻസി, ഇതൊക്കെ സർട്ടിഫൈ ചെയ്ത ഫുഡ് റിക്കവറി ഏജൻസീസ് ഉണ്ടാകും. അവരിത് കളക്ട് ചെയ്ത് ഇത് കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തിക്കുകയും അത് സേഫ് ഡിസ്ട്രിബ്യൂഷൻ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഭക്ഷണം നൽകുകയും ചെയ്യണം. അതിൻ്റെ ഷെയർ. അപ്പം കെയർ, പൂർ ആൻഡ് നീഡി, അവെയർ ടു ക്രിയേറ്റ് അവെയർനെസ് ആൻഡ് ഷെയർ ടു സേഫ് ഡിസ്ട്രിബ്യൂഷൻ, ഫെസിലിറ്റേറ്റ് സേഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് മൂന്നുമാണ് പ്രധാനമായി ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഇനിഷ്യേറ്റീവ്. തീർന്നില്ല, പിന്നെയുണ്ട് പ്രിപ്പയർ. Educate food businesses on best practices and encourage them to adopt same in order to prevent food loss and along supply chain. ഒരു വേസ്റ്റ് ചെയ്യാനായിട്ട് അത്രയും ആഹാരങ്ങൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഇറക്കരുത്.
ആവശ്യാനുസരണം കറക്റ്റ് മനസ്സിലാക്കി അതിനു വേണ്ടി ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അവരെ തയ്യാറാക്കുന്നതാണ് പ്രിപ്പയർ എന്നൊരു എയിം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അഞ്ചാമത് ഡിക്ലെയർ എന്ന് പറയുന്നത് പ്രൊവൈഡ് സ്ട്രാറ്റജിക് പോളിസി റെഗുലേറ്ററി പ്രോഗ്രാം സപ്പോർട്ട് ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റ് റിഡക്ഷൻ ഇനിഷ്യേറ്റീവ്സ്. അതിനുവേണ്ടി ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാനായിട്ടും ഒരു നയരൂപീകരണമൊക്കെ കൊണ്ടുവരാനായിട്ട് ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ഫുഡ് വേസ്റ്റേജിനൊരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യണോ, വേസ്റ്റ് ആക്കുന്നവർക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമോ, എങ്ങനെയാണ് വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിക്കുക തുടങ്ങിയ നയപരമായ കാര്യങ്ങൾ എടുക്കാനായിട്ട് ഡിക്ലെയർ എന്ന് പറയുന്ന കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ കെയർ, അവെയർ, ഷെയർ, പ്രിപ്പയർ, ഡിക്ലെയർ, AREARൽ നിൽക്കുന്ന ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾസ് എന്നാണ് ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. കുംഭമേള ഈ ശിവരാത്രിയോടുകൂടി ജനുവരി 15 തുടങ്ങി ഫെബ്രുവരി 26-27 തീരുന്നതാണ്. അവിടെയും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി എൻഫോഴ്സ് റോബസ്റ്റ് മെഷേഴ്സ് ഇൻ മാസീവ് സ്കെയിൽ ടു എൻഷുർ ദ അവൈലബിലിറ്റി. എല്ലാവർക്കും അവിടെ സേഫ് 20 കോടി ജനങ്ങൾ കൂടുതൽ ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം ഭക്ഷ്യയോഗ്യമായിരിക്കണമെന്നും സുരക്ഷിതമായ ഭക്ഷണമായിരിക്കണമെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിക്കുന്ന അവിടെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അതൊക്കെ നോക്കിയിട്ട് ഏറ്റവും ശുചിത്വമുള്ള സ്ഥലത്ത് സുരക്ഷിതമായ ഭക്ഷണം അവിടെ വരുന്ന എല്ലാവരിലേക്കും എത്തണം എന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്, അതിന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ്, അതൊരു ഇനിഷ്യേറ്റീവാണ്. ബൈ ഡിപ്ലോയിങ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്, ദാറ്റ് ഈസ് ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ്, മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ്. അപ്പം അവിടെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് തന്നെ അവിടെ ഒരു വണ്ടി, ഒരു ക്യാബിൻ പോലെ ഉണ്ടാവും. അവർ തന്നെ അവരുടെ ഇടയിൽ പോയി ഫുഡ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ പോയി അവിടെ തന്നെ അങ്ങോട്ട് പോയി ഫുഡ് ടെസ്റ്റിംഗ് ഒക്കെ അവിടെ തന്നെ നടത്തും. ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്, ഇങ്ങനെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ് ഒക്കെ അവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഈ റീസെൻ്റായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നുള്ളത്. ആൻഡ് ത്രൂ അവയർനെസ്, അവിടെ തന്നെ അവയർനെസ് ക്യാമ്പയിൻ നടത്തുന്നു. FSSAI അറ്റ് ദി ഫോർ ഫ്രണ്ട് ഓഫ് എൻഷുറിംഗ് ഫുഡ് സേഫ്റ്റി ഡ്യൂറിങ് മഹാകുംഭമേള. ഈ കുംഭമേള നടക്കുന്ന ഇടയിൽ തന്നെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി FSSAI അത് ഏറ്റവും പ്രധാനമായി തന്നെ അവരുടെ പ്രധാനമായ പങ്ക് മുന്നിൽ നിന്ന് തന്നെ വഹിക്കുന്നു. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ്, ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് കണ്ടു. പിന്നെ ഷെയർ ഫുഡ്, സേവ് ഫുഡ്, ഷെയർ ജോയ് കണ്ടു. ഡയറ്റ് ഫോർ ലൈഫ് കണ്ടു. ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഫസ്റ്റ് കൺകാരിയ ലേക്ക് അഹമ്മദാബാദ്. പിന്നെ ഈറ്റ് റൈറ്റ് ഇന്ത്യ. ഇത്രയും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ്. നമുക്കിതിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, when was the Eat Right India movement launched by FSSAI? എന്നാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ഏതാണ് കറക്റ്റായ ഉത്തരം? ഇറ്റ് വാസ് ഇൻ 2018. സോ 10 ജൂലൈ 2018 ഈറ്റ് റൈറ്റ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് വരുന്നത്. അടുത്തത്, what are the 3 core themes of Eat Right India? Eat local, eat natural, eat safe. Eat healthy, eat sustainable, eat safe. Eat safe, eat healthy, eat sustainable. Eat right, eat fresh, eat traditional. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും കറക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈറ്റ് സേഫ്, ഈറ്റ് ഹെൽത്തി ആൻഡ് ഈറ്റ് സസ്റ്റൈനബിൾ. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചോദിക്കുക. അതുകൊണ്ട് ബി സ്പെസിഫിക് വൈൽ ഡീലിംഗ് വിത്ത് the core themes of the initiative. Okay, eat safe, eat healthy, eat sustainable. അടുത്ത ചോദ്യം, Eat Right India initiative aligns with which of the following government programs? ഏതായിരുന്നു? ആയുഷ്മാൻ ഭാരത് ആൻഡ് പോഷൻ അഭിയാൻ. ഹെൽത്ത്, ഈറ്റ് ഹെൽത്തി അല്ലേ? ഈറ്റ് ഹെൽത്തി നോക്കുമ്പോൾ തന്നെ ഓർമ്മ വരും, ആയുഷ്മാൻ ഭാരത് ഹെൽത്തി വരും. പിന്നെ പോഷൻ അഭിയാൻ, ഈറ്റ് അല്ലേ, പോഷകാഹാരം എത്തണം. അപ്പോൾ ആ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പോൾ ഈറ്റ് ആയുഷ്മാൻ ഭാരത് ആൻഡ് പോഷൻ അഭിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടാഗ് ലൈൻ ഓഫ് ദ ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ടാഗ് ലൈൻ സഹി ഭോജൻ ബെഹത്താർ ജീവൻ. സഹി ഭോജൻ ബെഹത്താർ, ലീവ് ലോങ്. ഇതിൻ്റെ ഇംഗ്ലീഷാണിത്. അപ്പോൾ കറക്റ്റ് ഇംഗ്ലീഷ് ഹിന്ദി എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയിലാണ് ആ സാധനം കിടക്കുന്നത്. അപ്പോൾ പക്ഷേ പരീക്ഷയ്ക്ക് വെറുതെ അടി ഉണ്ടാകാതിരിക്കാനായിട്ട് ചിലപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയെ ചോദിക്കുകയുള്ളൂ. ഹിന്ദി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ മാർക്ക് ചെയ്യണം.
സഹി ഭോജൻ ബഹത്താർ ജീവൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following does not fall under Eat Right India Challenge for District? Strengthening the food regulatory system, reducing food waste in restaurants, benchmarking certificate in food establishment, training and capacity building for handlers. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. റെഡ്യൂസിങ് ഫുഡ് വേസ്റ്റ് ഇൻ റെസ്റ്റോറൻറ്റ് ഈറ്റ് റൈറ്റ് ഇന്ത്യയുടെ ഭാഗം അല്ല. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫോസ്റ്റാഗ് പ്രോഗ്രാം അണ്ടർ ദി ഈറ്റ് റൈറ്റ് ചാലഞ്ച്? ഫോസ്റ്റാഗ് പ്രോഗ്രാമിൻ്റെ ഇതെന്താണ്? അപ്പം ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് കംപ്ലയൻസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്ത് വരും? ടു ട്രെയിൻ ആൻഡ് സർട്ടിഫൈ അല്ലേ ഫുഡ് ഹാൻഡ്ലേഴ്സ് ഫോർ സെൽഫ് കംപ്ലയൻസ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് സർട്ടിഫിക്കേഷൻ സ്കീം ഈസ് യൂസ്ഡ് ഫോർ ബെഞ്ച് മാർക്കിംഗ് ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ ഇൻ കേറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്? കേറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ ബെഞ്ച് മാർക്ക് എന്താ ഫുഡ് സേഫ്റ്റി ബെഞ്ച് മാർക്കിംഗ് ഹൈജീനെ സർട്ടിഫൈ ചെയ്യുന്ന സ്കീം ഏതെന്നാണ് ചോദ്യം. അതിൽ എന്താണ്? ഹൈജീൻ റേറ്റിംഗ് സ്കീമാണ് പറയുന്നത് ഈ റൈറ്റ് ഇന്ത്യയുടെ ഭാഗമായിട്ട്. അടുത്തത് നോക്കാം. വാട്ട് ഡസ് ദി +F സിമ്പിൾ റെപ്രസെൻറ്റ് ഇൻ ഫുഡ് പാക്കേജിംഗ് അണ്ടർ FSSAI guideline? Food fortified with essential micronutrients, food that are free from preservatives, food suitable for fitness enthusiasts, food that are fresh and locally sourced. ഏതാണ് കറക്റ്റ്? ഫുഡ് ഫോർട്ടിഫൈഡ് വിത്ത് എസെൻഷ്യൽ മൈക്രോന്യൂട്രിയൻസ് ആണ് +F എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഈറ്റ് സസ്റ്റൈനബിൾ തീം അറ്റ് ഈറ്റ് റൈറ്റ് ഇന്ത്യ? ഈറ്റ് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Encourage fast food consumption, promote organic farming, reduce food wastage, increased processed food production, reduce food process for consumer. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ ഉത്തരം ഏതാണ് ഇതിൽ? പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ് ആൻഡ് റെഡ്യൂസ് ഫുഡ് വേസ്റ്റേജ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഈസ് യൂസ് ഫോർ സ്ട്രെങ്തൻ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ്? ഏതാണ്? ഫോസ്കോസ് അല്ലേ ഫുഡ് സേഫ്റ്റി കംപ്ലയൻസ് സിസ്റ്റം ആണ് വരുന്നത്. അടുത്തത്. Eat Right India movement follows which approach to integrate food related policies? Government only, whole of government and all of society approach, private sector approach, sustainable agriculture approach. ഏതാ വരുന്നത്? whole of government and whole of society approach ആണ് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which key area of the Eat Right Challenge aims to improve food safety in schools and colleges? ഏതാണ്? benchmarking certification, social behavioral change, food regulatory system and changing food environment. ഏതാണ്? ചേഞ്ചിങ് ഫുഡ് എൻവയോൺമെൻറ്റിൻ്റെ അകത്താണ് ഇംപ്രൂവ് ഫുഡ് സേഫ്റ്റി ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. അടുത്തത്. അണ്ടർ ദ ഈറ്റ് റൈറ്റ് ചാലഞ്ച് വിച്ച് ഇനിഷ്യേറ്റീവ് എൻഷുവേഴ്സ് ഫുഡ് ബിസിനസ്സസ് കംപ്ലൈ വിത്ത് ഹൈജീൻ സ്റ്റാൻഡേർഡ്സ്? ഏതാണ്? ഹൈജീൻ റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പ്രൈമർലി എയിംസ് ടു പ്രൊമോട്ട് എന്താണ്? ബാലൻസ്ഡ്, സേഫ്, സസ്റ്റൈനബിൾ ഫുഡ് ചോയ്സസ്. പ്രൈമർലി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഹാസ് ടു ബി സെലക്റ്റഡ് അല്ലേ. അപ്പോൾ ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്നുള്ള വായിക്കുമ്പോൾ നമുക്കറിയാം ഈറ്റ് ഹെൽത്തി, ഈറ്റ് സേഫ്, ഈറ്റ് ഹെൽത്തി, ഈറ്റ് സസ്റ്റൈനബിൾ അല്ലേ. സഹി ഭോജൻ ബഹത്താർ ജീവൻ. അടുത്തത്. വാട്ട് ഈസ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഈറ്റ് റൈറ്റ് ഇന്ത്യ? എന്താണ്? ടു എൻകറേജ് സിറ്റിസൺസ് ഇൻ ഫുഡ് സേഫ്റ്റി അവയർനെസ് ക്യാമ്പയിൻസ്. യെസ്. അടുത്ത് നോക്കാം. വിച്ച് ഇനിഷ്യേറ്റീവ് അണ്ടർ ദ ഈറ്റ് റൈറ്റ് ചാലഞ്ച് ഫോക്കസ് ഓൺ മോഡേണൈസിങ് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്? ഏതാണ് വരുന്നത്? റോബസ്റ്റ് ഫുഡ് റെഗുലേറ്ററി സിസ്റ്റമാണ് വരുന്നത്. മോഡേണൈസിങ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് പ്രോജക്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ്? ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സ്, to improve the hygiene, safety, regulatory oversight of street food, to promote only packaged food items, to ban unhealthy foods from street. എന്താണ് അല്ലേ പ്രോജക്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? സ്ട്രീറ്റ് വെൻഡേഴ്സിനെ എല്ലാവരെയും എടുത്ത് കളയാനാണോ? അല്ല. ടു ഇംപ്രൂവ് ദി ഹൈജീൻ അല്ലേ, സേഫ്റ്റി ആൻഡ് റെഗുലേറ്ററി ഓവർസൈറ്റ് ഓഫ് സ്ട്രീറ്റ് ഫുഡ്. ഇതാണ് ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ അല്ലേ. അത് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് ജനറലായിട്ട് ചിന്തിക്കുന്നവർ ടു ബാൻ അൺഹെൽത്തി ഫുഡ്സ് ഫ്രം സ്ട്രീറ്റ് ആയിരിക്കും. ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും എന്നൊക്കെ മാർക്ക് ചെയ്യും. അങ്ങനെ അല്ല. ഇംപ്രൂവ് ദ ഹൈജീൻ, സേഫ്റ്റി, റെഗുലേറ്ററി ഓവർസൈറ്റ് ഓഫ് സ്ട്രീറ്റ് ഫുഡ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ വാസ് ദ പ്രോജക്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ലോഞ്ച്ഡ്? എന്നാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. മാർച്ച് 2016 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. which location was declared as India's first clean street food hub in 2018? അത് വരുന്നത് കൻകാരിയ ലേക്ക്, അഹമ്മദാബാദിൽ ആണ് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എയിം ഓഫ് ഡയറ്റ് ഫോർ ലൈഫ് ഇനിഷ്യേറ്റീവ്? ടു പ്രൊമോട്ട് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്, to educate people about metabolic disorders and support IEM patients, to regulate the use of dietary supplements, to create awareness about organic farming. ഏതാണ്? B. To educate people about metabolic disorders അല്ലേ, and support IEM patients എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which year was the Diet for Life initiative launched എന്നാണ് പറയുന്നത്. ഏത് വർഷമാണ് ഡയറ്റ് ഫോർ ലൈഫ് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ സി ആണ്, 2016 ലോഞ്ച് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ദ ഇനിഷ്യേറ്റീവ് സേവ് ഫുഡ്, ഷെയർ ഫുഡ്, ഷെയർ ജോയ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? റെഡ്യൂസ് അല്ലേ, ഫുഡ് വേസ്റ്റ് ആൻഡ് എൻകറേജ് ഫുഡ് ഡൊണേഷനാണ് എന്താണ് അവരുടെ ഇനിഷ്യേറ്റീവിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് സേവ് ഫുഡ്, ഷെയർ ഫുഡ്, ഷെയർ ജോയ് ലോഞ്ച്ഡ്? ഏത് വർഷമാണ്? 2017. സേവ് ഫുഡ്, ഷെയർ ഫുഡ്, ഷെയർ ജോയ്. അടുത്തത്, what is the main purpose of Indian Food Sharing Alliance? Food Sharing Alliance ന്റെ മെയിൻ പർപ്പസ് എന്താണ്? To integrate food recovery agencies and minimize food wastage. Food Sharing Alliance, food sharing, save food, share food, share joy. അപ്പോൾ ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസിന് ടു ഇൻ്റഗ്രേറ്റ് ഫുഡ് റിക്കവറി ഏജൻസീസ് ആൻഡ് മിനിമൈസ് ഫുഡ് വേസ്റ്റേജ്. സോഷ്യൽ ഇനിഷ്യേറ്റീവ് ഓഫ് FSSA ആണ് IFSA, ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് IFSA? അതൊക്കെ ഓർക്കാൻ എളുപ്പമാണ്. AREയിൽ അവസാനിക്കുന്ന വാക്കുകളാണ് സാധാരണയായി വരുന്നത്. എന്നാൽ എല്ലാം ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിടും. അപ്പം തെറ്റിക്കരുത്. ബിവെയർ എന്നൊരു വാക്ക് ചിലപ്പോൾ കൊണ്ടുവരും, ബിവെയർ അതിനകത്തില്ല. ബാൻ, ഇതിപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. കെയർ, അവെയർ, ഷെയർ അല്ലേ, ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. ബാൻ എന്ന് പറഞ്ഞ സാധനം അതിനകത്തില്ല. അപ്പം ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി അല്ലേ, ഡി എന്ന കാര്യം ഇതിൽ ഇല്ല. അടുത്തത്, ഹൗ ഡസ് IFSA എൻഷുർ ഫുഡ് വേസ്റ്റ് റിഡക്ഷൻ? ഫുഡ് വേസ്റ്റ് റിഡക്ഷൻ എങ്ങനെയാണ് IFSA, ഇന്ത്യൻ അല്ലേ ഫുഡ് ഷെയറിംഗ് അലയൻസ് നോക്കുന്നതെന്നാണ്? ഇമ്പോസിങ് ഫൈൻ ആണോ, കണക്റ്റിംഗ് ഫുഡ് റിക്കവറി ഏജൻസി വിത്ത് ഫുഡ് ചെയിൻസ് ആണോ, ബൈ റെസ്ട്രിക്റ്റിംഗ് ഫുഡ് സെയിൽസ് ഇൻ സൂപ്പർ മാർക്കറ്റ്സ് ആണോ, ബൈ ബാനിങ് ഫുഡ് എക്സ്പോർട്സ് ആണോ? ഏതാണ് കറക്റ്റായിട്ട് വരിക? ബൈ കണക്റ്റിംഗ് അല്ലേ ഫുഡ് റിക്കവറി ഏജൻസീസ് വിത്ത് ഫുഡ് ചെയിൻസ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് റീസൺ ഇനിഷ്യേറ്റീവ് ഓഫ് FSSA എൻഷുർ ഫുഡ് സേഫ്റ്റി അറ്റ് മഹാകുംഭ് 2025? ഏതാണ് പറയുന്നത്? ഡിപ്ലോയിങ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആൻഡ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്, ബാനിങ് സ്ട്രീറ്റ് വെൻഡേഴ്സ്, ലോഞ്ചിങ് ഫുഡ് റേഷൻ കാർഡ്സ്, പ്രൊമോട്ടിംഗ് ഓൺലി വെജിറ്റേറിയൻ ഫുഡ് അറ്റ് ദ ഇവൻറ്റ്. അല്ല, ഡിപ്ലോയിങ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആൻഡ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്. ഇത് അറിഞ്ഞുകൂടാത്തവർ ചിലപ്പോൾ പ്രൊമോട്ടിങ് ഓൺലി വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയും. അവിടെ എല്ലാം സന്യാസിമാരല്ലേ വരുന്നത്, ഇപ്പം എല്ലാം വെജായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്ത് കളയും. അങ്ങനെയൊന്നുമല്ല. ഡിപ്ലോയിങ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആൻഡ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ് അല്ലേ. ഫുഡ് ഓൺ വീൽസ്, ഫുഡ് ഓൺ വീൽസ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് എന്ന് പറയുന്നത്? ഫുഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാംസ് വിത്ത് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇവൻറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ലോഞ്ച് ഓഫ് സേവ് ഫുഡ്, ഷെയർ ഫുഡ്, ഷെയർ ജോയ്? ഏത് ഇവൻ്റാണ് വന്നത്? ടേസ്റ്റിംഗ് ഇന്ത്യ ഫാം ടു ടേബിൾ സിമ്പോസിയത്തിലാണ് ഈ ഒരു ആശയം വരുന്നത്. സേവ് ഫുഡ്, ഷെയർ ഫുഡ്, ഷെയർ ജോയ് എന്ന് വരുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ ബ്രോഡർ ഇമ്പാക്റ്റ് ഓഫ് പ്രോജക്റ്റ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഓൺ ദ സ്ട്രീറ്റ് വെൻഡർ കമ്മ്യൂണിറ്റി? Forces them to shut down business, helps improve hygiene and boost customer attraction, restrict them to certain locations, allow them to sell only government certified food items. ഏതാണ് കറക്റ്റായിട്ട് വരിക? It helps improve hygiene and boost customer attraction. ബി, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. The Indian Food Sharing Alliance to provide strategic policy support for which of the following? Increasing street food availability, reducing food loss and waste through regulations, restricting food business from donating surplus food, encouraging the import of foreign foods. What is the aim to provide strategic policy? Reducing food loss and waste through regulations. അടുത്ത ചോദ്യം നോക്കാം. Which group does the Diet for Life initiative primarily support? ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സ്ട്രീറ്റ് വെൻഡേഴ്സ്, patients with inborn errors of metabolism, farmer growing organic produce, school children in midday meal programs. ഏതാ വരിക? patient with inborn errors of metabolism. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. assertion reason ആണ്. The Diet for Life initiative by FSSAI aims to help parents
and healthcare professionals manage inborn errors of metabolism. That is the asserted statement. That statement is correct. രണ്ടാം റീസൺ അതാണോ? ഏർലി ന്യൂട്രീഷണൽ ആൻഡ് ഡയറ്ററി ഇൻ്റർവെൻഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ ട്രീറ്റിംഗ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇൻ ഇൻഫൻസ്. കറക്റ്റ് ആണ്. ദ റീസൺ ഈസ് ഓൾസോ കറക്റ്റ്. സോ വി ക്യാൻ സേ ബോത്ത് എ ആൻഡ് എ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അടുത്ത് നോക്കാം. The initiative Save Food, Share Joy was launched to promote food donation and reduce food waste. അതിൽ assertion. Reason, the initiative primarily focused on restricting food production to control excess supply. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായ ഓപ്ഷൻ? എ കറക്റ്റ് ആണ് അല്ലേ? ബി ആറോ റീസണോ? റീസൺ നമുക്ക് തെറ്റായാണ് കാണുന്നത്. അപ്പോൾ എ ഇസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. FSSAI launched Diet for Life as a comprehensive platform to provide medical and nutritional support for parents of children with EM. Reason, inborn error metabolism are non-life-threatening conditions and do not require any dietary interventions. രണ്ടിലും എന്താണ് ശ്രദ്ധിച്ച് നോക്കുക. എ ഈസ് ട്രൂ ആണ്, ബട്ട് ആർ ഈസ് ഫോൾസ് അല്ലേ? കോംപ്രഹെൻസീവ് പ്ലാറ്റ്ഫോം ഫോർ മെഡിക്കൽ ആൻഡ് ന്യൂട്രിഷണൽ സപ്പോർട്ട് ഫോർ പാരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് IM കറക്റ്റ് ആണ്. ആർ ഈസ് നോട്ട് ദി റീസൺ. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Save Food, Share Joy initiative encourages business and citizens to work together to minimize food waste. Initiative by FSSAI help in reducing food waste across the supply chain by facilitating food distribution of surplus food. ഇതിൽ ഓപ്ഷൻ എ അല്ലേ? എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ. Diet for Life helps create awareness about metabolic disorders among health professionals and parent support groups. Yes, the initiative provides for a platform for diagnosing and treating metabolic disorders caused by genetic mutations. നോക്കൂ, ബട്ട് അതാണ് എ ആൻഡ് ആർ ആർ ട്രൂ അല്ലേ? ബട്ട് ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ജനറ്റിക് മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഇൻബോൺ എറേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂട്രീഷനായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ അല്ലേ ആ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളതുകൊണ്ട് വന്നത്. ജനറ്റിക് മ്യൂട്ടേഷൻസ് ഭാഗമല്ല. മാത്രമല്ല എന്താണ് ഇത് കറക്റ്റായിട്ടുള്ള ഒരു റീസൺ അല്ല. ഇനിഷ്യേറ്റീവ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഡയഗ്നോസിങ് ട്രീറ്റിംഗ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന രീതിയല്ല. ഏർലി ഇൻ്റർവെൻഷൻ എന്നൊരു വാക്ക് ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഇവിടെ റീസണായിട്ട് പറയാമായിരുന്നു. പക്ഷെ രണ്ടും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത നോക്കാം. Save Food, Share Joy initiatives was launched in the Tasting India Farm to Table Symposium. Yes, primary goal to initiative to facilitate strategic policy and regulatory measures to prevent food loss ആണോ? നോക്കൂ, അല്ല. എ ആൻഡ് ആർ ആർ ട്രൂ അല്ലേ? ഇത് സ്ട്രാറ്റജിക് പോളിസി എന്ന് പറയുന്നത് IF അല്ലേ? ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് ആണ് വരുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. രണ്ടും ശരിയാണ്, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ശരിയാണ്. പക്ഷേ ആർ ഈസ് നോട്ട് ദി കറക്റ്റ് റീസൺ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് ഇസ് എ സോഷ്യൽ ഇനിഷ്യേറ്റീവ് ബൈ FSSAI to address food waste and hunger in India. It integrates partner organizations, food recovery agencies, NGOs. Primary goals to ensure complete eradication of food waste by 2025. Initiative mainly focus on exporting surplus food to neighboring countries. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്? 1 and 2 only അല്ലേ? 1 and 2 only ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement about the objectives of IFSA are incorrect ആയ ഏതൊക്കെയാണ്? The care objective focus on minimizing food waste through redistribution. Share objective ensure surplus food reaches poor and communities through trained and food recovery agencies. Declare objective aims to provide policy and regulatory support for food loss reduction. Prepare objective promotes food waste in supply chains to balance food demand. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4 only ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ് റോൾ ഇൻ മഹാകുംഭ്. Deployed food safety officers for monitoring food quality. Mobile food testing labs, food safety on wheels are being used for food inspections. As ban all street food vendors at the Mahakumbh to ensure safety. Awareness program are being conducted to educate vendors and devotees about food hygiene. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദിക്കാം. അപ്പോൾ 1 ഉണ്ടോ? 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, ആൻഡ് 4 3 വരെ ഇല്ല അല്ലേ? സ്ട്രീറ്റ് വെൻഡേഴ്സിനൊന്നും ബാൻ ചെയ്തില്ല. അപ്പോൾ 1, 2 and 4 ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following statements about the declared objective of IFSA are correct? Incorrect. തെറ്റായത് ഏതെന്നാണ്? Provide strategic policy, program support to food loss reduction initiatives, അല്ല. Focus on making food labeling more attractive to reduce food, to place a role in enforcing regulatory measures for food safety and waste management, and mandates a tax exemptions for food business for donating surplus food. ഇത് നാലാമത്തത് തെറ്റ്, രണ്ടും തെറ്റ്. അപ്പോൾ 2 and 4 only. Option B, 2 and 4 only is the incorrect statement. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Identify the incorrect statement regarding IFSA. Aware objective, educating people about food wastage through awareness program. Awareness program implemented through food recovery agencies nationwide. IFSA awareness campaigns focus only on urban areas, exclude rural communities. Initiative encourages behavioral change to minimize food wastage at all levels of supply chain. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 only. ആൻസർ ഓപ്ഷൻ 3 only ആണ് വരുന്നത്. Which of the following statements are true about IFSA's Prepare initiative? Educates food business on best practices to prevent food loss. It encourages hotels and restaurants to donate surplus food safely. Initiative mandates food business to discard leftover food at the end of the day. IFSA training provides programs to help business minimize food wastage. അപ്പോൾ ഇതിൽ ട്രൂ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? എഡ്യൂക്കേറ്റ് ഫുഡ് ബിസിനസ് ഓൺ ബെസ്റ്റ് പ്രാക്ടീസസ്. ഓക്കെ, 1 ശരിയാണ്. എൻകറേജ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഡൊണേറ്റ് സർപ്ലസ് ഫുഡ് സേഫ്ലി. നോക്കാം. ഇനിഷ്യേറ്റീവ് മാൻഡേറ്റ്സ് ഫുഡ് ബിസിനസ് ടു ഡിസ്കാർഡ് ലെഫ്റ്റ് ഓവർ ഫുഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അങ്ങനെ പറയുന്നില്ല. IFSA provides training programs to help businesses minimize food wastage only. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ 1, 2 and 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. 1, 2 and 4 is the correct option here. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, നമ്മുടെ മേജർ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. തുടർന്നുള്ള ഇനിഷ്യേറ്റീവ്സും ബാക്കിയുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവരും സേഫ് ഫുഡ്, ഷെയർ ജോയ്. താങ്ക് യു സോ മച്ച്.